നിങ്ങളുടെ പേഴ്സിലെ പണമില്ലായ്മയല്ല നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം, മറിച്ച് സ്വർഗത്തിലെ നിയമങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതാണ്. കണക്കുകൾ കൊണ്ട് തീർക്കാൻ കഴിയാത്ത കടങ്ങളുടെ നടുവിലാണോ നിങ്ങൾ? രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക ഭാരങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? ലോകം കാണാത്ത 10 രഹസ്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അവ അറിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക അടിമത്തം ഇന്ന് അവസാനിക്കും. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്: സാമ്പത്തിക വിടുതൽ. ലോകം പണമുണ്ടാക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ബൈബിളിൽ നമുക്ക് നൽകുന്ന ആ 10 സാമ്പത്തിക രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടബാധ്യതകൾ അവസാനിപ്പിക്കാനും സമ്പത്ത് വളർത്താനും ബൈബിൾ നൽകുന്ന 10 രഹസ്യങ്ങൾ. ഒന്നാമത്തത്, ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. വിസ്ഡം ഇസ് ദ കറൻസി. സോളമൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത് പൊന്നിനോ വെള്ളിക്കോ വേണ്ടിയല്ല, മറിച്ച് ജ്ഞാനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് ജ്ഞാനത്തോടൊപ്പം അളവറ്റ സമ്പത്തും നൽകി. ജ്ഞാനമില്ലാത്ത കൈകളിൽ പണം വന്നാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് പണത്തിന് മുൻപ് അത് കൈകാര്യം ചെയ്യാനുള്ള വിവേകത്തിനായി പ്രാർത്ഥിക്കുക. രണ്ടാമത്തത്, ചിന്താഗതി മാറ്റുക. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. പലപ്പോഴും ദാരിദ്ര്യം നമ്മുടെ ചിന്തകളിലാണ് തുടങ്ങുന്നത്. എനിക്കൊന്നിനും തികയുന്നില്ല എന്ന ദാരിദ്ര്യ ചിന്താഗതി വെടിഞ്ഞ് ദൈവം എനിക്ക് എല്ലാം നൽകുന്നവനാണ് എന്ന സമൃദ്ധിയുടെ ചിന്താഗതി വളർത്തുക. നിങ്ങളുടെ മനസ്സ് മാറാതെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മാറില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് എങ്ങനെ നമുക്ക് പോകാം എന്നതിന് ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെന്ന് കാണാവുന്നതാണ്. സാമ്പത്തിക ക്രമീകരണം. ഓർഡർ അട്രാക്ട്സ് ബ്ലെസ്സിങ്സ്. ദൈവം ക്രമമുള്ള ഇടങ്ങളിലാണ് അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ആവശ്യമില്ലാത്ത ചിലവുകൾ കുറച്ച് ഉള്ളതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നവനെ ദൈവം കൂടുതൽ ഏൽപ്പിക്കും. നാലാമത്തെ പോയിന്റാണ് 10-10-80 നിയമം. ദ റൂൾ 10:10:80. ലളിതമായ ഈ സൂത്രവാക്യം പിന്തുടരുക. 10% ദൈവത്തിനായി സമർപ്പിക്കുക. ദശാംശമോ ദാനധർമ്മങ്ങളായോ നൽകാവുന്നതാണ്. പിന്നീടുള്ള 10% ഭാവിയിലേക്കായി നിക്ഷേപിക്കുക. ഇനി ബാക്കി വരുന്ന 80% കൊണ്ട് നിങ്ങളുടെ ജീവിത ചിലവുകൾ ക്രമീകരിക്കുക. അഞ്ചാമത്തെ പോയിന്റ്, തുടർച്ചയായ ചെറിയ സമ്പാദ്യങ്ങൾ. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഓട്ടോമേഷൻ. പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കാതെ അല്പമല്പമായി സമ്പാദിക്കുന്നവന്റെ ധനം വർദ്ധിക്കും. എല്ലാ മാസവും ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്ന ശീലം വളർത്തുക. ആറാമത്തെ പോയിന്റ്, ദൈവത്തോടുള്ള അനുസരണം. ചിലപ്പോൾ സാമ്പത്തികമായ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, അബ്രഹാമിനോട് നാട് വിട്ടു പോകാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്നത് വഴി വലിയ സാമ്പത്തിക കെണികളിൽ നിന്ന് നാം രക്ഷപ്പെടും. ഏഴാമത്തെ പോയിന്റ്, ഔദാര്യം കാണിക്കുക. ജനറോസിറ്റി. ദാനശീലമുള്ളവൻ തഴയ്ക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. കടത്തിലായിരിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. ദൈവികമായ ഒരു സാമ്പത്തിക നിയമമാണ്. എട്ടാമത്തെ പോയിന്റ്, നല്ല ബന്ധങ്ങൾ വളർത്തുക. യോർ നെറ്റ്വർക്ക് ഡിറ്റർമൈൻസ് യോർ നെറ്റ് വർത്ത്. ജ്ഞാനികളോടുകൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും. മൂഢന്മാരുടെ കൂട്ടുകാരനോ തകർന്നു പോകും. നിങ്ങളെ സാമ്പത്തികമായി ഉയരാൻ പ്രേരിപ്പിക്കുന്ന ദൈവഭയമുള്ള സുഹൃത്തുക്കളെയും ഉപദേശകരെയും കണ്ടെത്തുക. ഇനി നമുക്ക് 9ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. പുതിയൊരു ദിശ സ്വീകരിക്കുക. തെറ്റായ സാമ്പത്തിക ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയുക. കടം വാങ്ങുന്ന ശീലം നിർത്തുക. അനാവശ്യമായ ക്രെഡിറ്റ് കാർഡുകൾ ഒഴിവാക്കുക. വെറുതെ പശ്ചാത്തപിച്ചാൽ പോരാ, നിങ്ങളുടെ സാമ്പത്തിക വഴികൾ മാറ്റുക തന്നെ വേണം. 10ാമത്തെ വാക്യം, സമ്പത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക. വെൽത്ത് വിത്ത് പർപ്പസ്. പണം സുഖസൗകര്യങ്ങൾക്കായി മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവർക്ക് ഗുണത്തിനും ആയിട്ടാണ് ദൈവം നൽകുന്നത്. ഒരു ലക്ഷ്യത്തോടെ പണത്തെ സമീപിക്കുമ്പോൾ ദൈവം നിങ്ങളെ അളവറ്റ രീതിയിൽ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തത്വങ്ങൾ വെറും ഒരു അറിവല്ല, മറിച്ച്
നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ദൈവിക സത്യങ്ങളാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ആമേൻ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്